അവരുടെ ഗുരുജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തരുത്. ചരിത്രത്തെ മാറ്റി വരയ്ക്കുക, മാറ്റി എഴുതുക. അതായിരുന്നു ഈ വന്ദേ മാതര ആചരണത്തിന്റെ 150-ാം വാർഷിക ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15-നാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതല്ല തീയതി, മറ്റൊരു ദിവസമാണ് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും BJPക്കും തോന്നിയാൽ അത് അവരങ്ങ് പ്രഖ്യാപിക്കും. നമ്മൾ അനുസരിച്ചോണം. അതാണ് അവരുടെ ഒരു രീതി. വന്ദേ മാതരത്തെ മന്ത്രമായി സ്വീകരിച്ച നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഈ പ്രസംഗിക്കുന്നവർക്ക്, ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് എന്താണ് പങ്ക്? ആ ദേശീയ ഗീതത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി, അതിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എത്ര സങ്കടകരമായ അവസ്ഥയാണിത്. നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോവുക. ഒന്നാം തരം ഒരു രാഷ്ട്രീയ അടവ്. അതിന് ഇതുപോലെ വളരെ വൈകാരികമായ ഒരു വിഷയം. സാധാരണ വിഷയങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല. നുണകൾ, എന്ത് നുണകൾ വേണമെങ്കിലും പറയും. നെഹ്റു എഴുതാത്ത കത്തിനെ കുറിച്ച് നെഹ്റു എഴുതിയെന്ന് പറയും, നെഹ്റു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ നെഹ്റുവിനെ ഒരു വില്ലനായി രാജ്യത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം വളരെ മഹിതമായ ഒന്നാണ്. അതിന്റെ ഒരു ഏടുകളിലും ഒരു പേജുകളിലും ഇവർക്കൊരു അവകാശം പറയാനില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 50-52 വർഷം സ്വന്തം ആസ്ഥാനത്ത് രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്താത്ത ഒരു സംഘടന ഇന്ത്യയിലുണ്ട്. അതിന്റെ പേര് RSS എന്നാണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൽ ഒരു പങ്കുമില്ലാത്ത ഒരു സംഘടന അവരുടെ ആസ്ഥാനത്ത് നാഗ്പൂരില് എന്തിനാണ് ദേശീയ പതാക ഉയർത്തുന്നത്? പക്ഷേ അവരുടെ പിന്മുറക്കാര്, ആ പരിവാരത്തിൽ, സംഘപരിവാരത്തിൽപ്പെട്ടവര്, അവർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരു സഭകളിലും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ചൊല്ലി അതിന്റെ പേരില് ഗ്യാലൻ കണക്കിന് കണ്ണുനീരൊഴുക്കുന്നത് രാജ്യം കണ്ടു. RSSനെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവും പങ്കുമില്ല. അതിലവർ പങ്കാളികളായിട്ടുമില്ല. അത് ചരിത്രമാണ്. ഏറെക്കാലമൊന്നും പുറകിലേക്ക് പോകേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അവരുടെ ശാഖകളുമായി ഒതുങ്ങിക്കഴിയുകയായിരുന്നു. അവരുടെ ഗുരുജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തരുത്. അതിനു പകരം നമ്മുടെ ആഭ്യന്തര എതിരാളികളായ, ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നേരിടുന്നതിന്, ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവരെ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളുടെ ഊർജം കരുതി വെക്കണം എന്നാണ്. അതായിരുന്നു അവരുടെ തത്വശാസ്ത്രം. അതുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലാതെ പോയത്. അത്തരത്തിലൊരു സംഘടന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവരുടെ ആസ്ഥാനത്ത് എന്തിനാണ് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്? 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാഗപ്പൂരിലെ അവരുടെ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ പതാക ഉയർത്തി, ദേശീയ പതാക ഉയർത്തി. പിന്നീട് 50-ന് ജാനുവരി 26-ന് അന്നും ദേശീയ പതാക ഉയർത്തി. പിന്നീട് 50-52 വർഷം അവര് ദേശീയ പതാക കണ്ടതായി പോലും ഭാവിച്ചില്ല. പിന്നീട് 2002 ജാനുവരി 26-നാണ് RSSന്റെ ആസ്ഥാനത്ത് ദേശീയ പതാക വീണ്ടും ഉയരുന്നത്. ആ സംഘപരിവാരമാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് 2 സഭകളിലും 10 മണിക്കൂർ വീതം ചർച്ച സംഘടിപ്പിച്ചത്. ലോക്സഭയില് മോദിയാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. പതിവ് പോലെ രാജ്യസഭയില് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലെഫ്റ്റനന്റ് അമിത്ഷാ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തു. മോദി, അമിത്ഷാ, പിന്നീട് BJPയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ, ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ RSSോ അല്ലെങ്കിൽ BJPയുടെ മുൻഗാമികളായ ജനസംഘമോ അവരാരൊക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് അങ്ങ് തോന്നിപ്പോയി. അതായിരുന്നു ഇവിടെ ലക്ഷ്യവും. ചരിത്രത്തെ മാറ്റി വരയ്ക്കുക, മാറ്റി എഴുതുക. അതായിരുന്നു ഈ വന്ദേ മാതര ആചരണത്തിന്റെ 150-ാം വാർഷിക ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹമാണ് വന്ദേ മാതരത്തിന്റെ രചയിതാവ്. ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം ഉണ്ടായത്. നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ ഈ ഗാനം പ്രചാരത്തിലായിരുന്നു. പക്ഷേ ഇതിന് 150 വർഷം തികഞ്ഞു എന്നുള്ളതിന് അതിന് ഉപോത്ബലകമായ തെളിവുകളൊന്നുമില്ല. ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല. പക്ഷെ BJP അങ്ങ് തീരുമാനിച്ചു, BJP സർക്കാർ അങ്ങ് തീരുമാനിച്ചു, 150 വർഷം ആയിരിക്കുന്നു.
1872 1875 ഇടയ്ക്കാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഗാനം എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അതിന്റെ വിഷയം വന്നത് എന്നാണ് ചരിത്രകാരന്മാര്, ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത് 1881 പക്ഷെ അതിനുമുമ്പ് ഈ ഗാനം പ്രചാരത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഇതേത് വർഷം എഴുതി എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞല്ലോ കൃത്യമായ യാതൊരു വിവരങ്ങളുമില്ല. പക്ഷേ BJP സർക്കാർ തീരുമാനിച്ചത് 1875 നവംബർ 7 അക്ഷയ നവമി ദിവസത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം രചിച്ചത് എന്നാണ്. അവർ വളരെ ബോധപൂർവം, മനഃപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവം ഈ ഗാനത്തിന്റെ രചനയ്ക്ക് ഒരു മതപരമായ ബന്ധം കൂടി ഈ തീയതി നിശ്ചയിച്ചതിലൂടെ, അക്ഷയ നവമി എന്ന പ്രത്യേക ആഘോഷ അവസരവുമായി ഇതിനെ ബന്ധിപ്പിച്ചതിലൂടെ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പിൽ ഇതാണ് വന്ദേ മാതരത്തിന്റെ രചനാ തീയതി എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. സർക്കാർ അങ്ങനെ പത്രക്കുറിപ്പ് പ്രഖ്യാപിച്ച പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതും BJP സർക്കാരാണ്. അവരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചരിത്രത്തിൽ എന്തൊക്കെ നടന്നു അതൊക്കെ അവരങ്ങ് തീരുമാനിക്കും, അവരങ്ങ് പറയും, പ്രഖ്യാപിക്കും. അത് നമ്മൾ അനുസരിച്ചോണം, അല്ലെങ്കിൽ വിശ്വസിച്ചോണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15 എല്ലാവർക്കും അറിയാം. ഇനി അതല്ല തീയതി, മറ്റൊരു ദിവസമാണ് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും BJPക്കും തോന്നിയാൽ അത് അവരങ്ങ് പ്രഖ്യാപിക്കും. നമ്മൾ അനുസരിച്ചോണം. അതാണ് അവരുടെ ഒരു രീതി. BJP തീരുമാനിച്ചല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഈ തീയതിക്ക് ഒരു ആധികാരികത ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് വന്ദേമാതര രചനയുടെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ നവംബർ 7 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എക്കാലത്തും, ചരിത്രത്തിൽ എക്കാലത്തും വന്ദേമാതരം രചിച്ച തീയതി നവംബർ 7 ആയിരിക്കും. 1875 നവംബർ 7. പറഞ്ഞല്ലോ, 2 സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും ഇത് സംബന്ധിച്ച് 10 മണിക്കൂർ വീതം ചർച്ച നടത്തി. വന്ദേമാതരം പോലൊരു ഗാനത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്നതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് വളരെ നല്ല കാര്യമാണ് താനും. ഈ ചർച്ചകളിലൊക്കെ BJP എടുത്തൊരു നിലപാട്, അതായത് മോദി ലോക്സഭയിലും പിന്നീട് അമിത്ഷാ രാജ്യസഭയിലും എടുത്ത ഒരു ഫോക്കസ്, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മന്ത്രമായിരുന്നു വന്ദേമാതരം എന്നാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി, ദേശീയ പ്രസ്ഥാനവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗാനമാണ് വന്ദേമാതരം. അത് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആവേശം നൽകിയ ഗാനമാണ്. അവര് സമരരംഗത്ത് ഈ ഗാനവും ആലപിച്ചുകൊണ്ടാണ് ഇറങ്ങിച്ചെന്നിട്ടുള്ളത്. ഇതെല്ലാം 100% ശരിയാ. സ്വാതന്ത്ര്യ സമരത്തിന്റെ മന്ത്രമായിരുന്നു വന്ദേമാതരം. ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? പക്ഷെ അവിടെ ഉയരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരത്തെ മന്ത്രമായി സ്വീകരിച്ച നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഈ പ്രസംഗിക്കുന്നവർക്ക്, ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് എന്താണ് പങ്ക്? അവര് സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയായിരുന്നു? RSSന് അല്ലെങ്കിൽ പറഞ്ഞല്ലോ ജനസംഘം, BJPയുടെ പൂർവ്വഗാമി, അവർക്കൊക്കെ എന്തായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. മോദിയുടെയും അമിത്ഷായുടെയും ഈ അവകാശവാദം എന്ന് പറയുന്നതിൽ ഒരു സത്യപ്രസ്താവന എന്ന് തന്നെ സമ്മതിക്കുകയാണ്. അതിന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാജ്യസഭയിൽ നൽകിയ മറുപടി അത് BJPയുടെ ചെകിട്ടത്ത് ആഞ്ഞൊരടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 1921 നിസ്സഹകരണ പ്രക്ഷോഭത്തില് കോൺഗ്രസിന്റെ ധർമ്മഭടന്മാര്, കോൺഗ്രസിന്റെ നേതാക്കള്, 10,000കണക്കിന് സമര സഖാക്കള് വന്ദേമാതരം പാടിക്കൊണ്ട് ജയിലറകളിലേക്ക് നടന്നു പോയപ്പോൾ RSSന്റെയും BJPയുടെയും ആദർശപരമായ മുൻഗാമികള് അല്ലെങ്കിൽ സംഘപരിവാരത്തിൽപ്പെട്ടവര് അന്ന് അവര് ബ്രിട്ടീഷ് യജമാനന്മാരുടെ പാദസേവ ചെയ്യുകയായിരുന്നു എന്നാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. അതാണ് ചരിത്രപരമായ സത്യം. BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു ചരിത്രമാണ്. പക്ഷെ മല്ലികാർജുന ഖാർഗെ പറഞ്ഞതാണ് സത്യമായ ചരിത്രം എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഡിബേറ്റുകളുടെ ചരിത്രത്തില് അദ്ദേഹത്തിന്റെ ഈ മറുപടി, അതായത് വന്ദേമാതര ഗാനങ്ങളുമായി ജയിലിലേക്ക് നടന്നുപോയ കോൺഗ്രസ് സമരഭടന്മാര്, ഇപ്പുറത്ത് ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്ത RSSകാര്, ഈ 2 ശക്തികൾ തമ്മിലുള്ള ഈ കമ്പാരിസൺ അത് ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു രേഖയായി അവശേഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, പശ്ചിമ ബംഗാളിൽ താമസിയാതെ
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. വന്ദേമാതരം പശ്ചിമ ബംഗാളിന്റെ സംഭാവനയാണ് ഇന്ത്യക്ക്, ഇന്ത്യയുടെ സംസ്കാരത്തിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ബംഗാൾ നൽകിയ സംഭാവനയാണ് വന്ദേമാതരം എന്ന് പറയുന്നത്. ആ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രമാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നെഹ്റുവാണ്. മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള വ്യാജ ചരിത്ര നിർമ്മിതി, അതിലൂടെ ബംഗാളിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ കഴിയും, അത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ചിന്തയിൽ നിന്ന്, ആ കണക്കുകൂട്ടലിൽ നിന്നാണ് BJP സർക്കാർ ഇപ്പോൾ വന്ദേമാതരത്തിന്റെ 180ാം വാർഷിക ആഘോഷവുമായി വന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഉടനെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വന്ദേമാതരം പറഞ്ഞാല് ഒരുപക്ഷെ ബംഗാളികളുടെ വികാരത്തെ, ബംഗാളികളുടെ ആത്മാഭിമാനത്തെ സ്പർശിക്കാൻ സാധിക്കും എന്ന് BJPയിലെ ബുദ്ധിരാക്ഷസന്മാര് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിനെ മുതലെടുക്കാനാണ് ശ്രമം. നോക്കൂ, ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ ദേശീയ ഗീതത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി, അതിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എത്ര സങ്കടകരമായ അവസ്ഥയാണിത്. അതാണ് പാർലമെന്റിലെ ഈ വാർഷിക ആഘോഷ 180ാം വാർഷിക ആഘോഷത്തിന് പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതാണ്, വന്ദേമാതരത്തിന്റെ ചുവട് പിടിച്ച് ഒരു പുതിയ ചരിത്ര നിർമ്മാണത്തിനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ചരിത്രത്തെ ഒന്ന് പുതുക്കി എഴുതുക, മാറ്റി എഴുതുക എന്നുള്ളത്. പാഠപുസ്തകങ്ങളില് പരിഷ്കാരങ്ങൾ വരുത്തിയും ദേശീയ സ്മാരകങ്ങൾ വരുതിയിലാക്കിയുമൊക്കെ അതിനുള്ള ശ്രമങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചില നഗരങ്ങളുടെ പേര് മാറ്റുന്നതിൽ പോലും ഈ ഒരു രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ട്. പുതിയ ചരിത്ര നിർമ്മിതി, സ്വന്തമായി ചരിത്രമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മഹിതമായ ചരിത്രത്തിൽ, പാരമ്പര്യത്തിൽ ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്തവർക്ക് ഇത്തരത്തിലെ വ്യാജ ചരിത്രങ്ങൾ നിർമ്മിക്കുകയല്ലാതെ മറ്റെന്താണ് വഴി? അതിനുള്ളൊരു ശ്രമം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ വന്ദേമാതരത്തിന്റെ ആദ്യ 2 സ്റ്റാൻസ മാത്രമാണ് ദേശീയ ഗീതമായിട്ട് ഉൾപ്പെടുത്തിയത്. അത് ആ ഗാനത്തിന്റെ വിഭജനം, അത് ഇന്ത്യയുടെ വിഭജനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള വ്യാഖ്യാനങ്ങൾ, നറേറ്റീവ്സ് ആണ് മോദിയും അമിത്ഷായും മറ്റ് BJP നേതാക്കളും ഒക്കെ പുറത്തേക്ക് വിടുന്നത്. ഒരു ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത് അത് ചില കാരണങ്ങളുണ്ടായിരുന്നു, അത് പിന്നീട് പറയാം. അത് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായെന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2 രാജ്യങ്ങൾ രൂപപ്പെട്ടു വന്നതിന്റെ പിന്നിൽ അതാണ് പ്രവർത്തിച്ചതെന്ന് ഈ നറേറ്റീവ്സ് ആണ് കൊണ്ടുവരുവാന് BJP ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. പിന്നീട് രാജ്യം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, ഇപ്പൊ പാർലമെന്റിന്റെ വിന്റർ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ ഇതൊന്നും ചർച്ചയ്ക്ക് വരരുത്. രാജ്യത്തിന്റെ ശ്രദ്ധ അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. ഡോളറുമായുള്ള വിനിമയ നിരക്കിന്റെ കാര്യത്തില് ഇന്ന് നമ്മുടെ രൂപ എവിടെയാണ് നിൽക്കുന്നത് എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു ഡോളറിന് 90 രൂപ കൊടുക്കണം. ഇതുപോലെ ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഡോളറിന്റെ വില അല്പം കുറഞ്ഞു. ഇതുപോലെയൊന്നും കുറഞ്ഞില്ല, 70 72 രൂപയായി, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റിനെതിരായിട്ട്, കോൺഗ്രസിന്റെ ഭരണ വീഴ്ചകൾക്കെതിരായിട്ട് നരേന്ദ്രമോദി നടത്തിയ ഒരു ഊക്കൻ പ്രസംഗം. അതൊക്കെ ഇന്ന് ജനങ്ങൾ ഓർത്തിരിക്കുക. ഇവ 90 രൂപയാ, 88, 89, 90 അങ്ങനെ മാറി മാറി നിൽക്കുകയാ. നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൂപ്പ് കുത്തി കിടക്കുക. അതുപോലെ തന്നെ സാധാരണ ആളുകൾ അവർക്ക് ജീവിക്കാൻ പാടുപെടുകയാണ് പല കാര്യങ്ങളായിട്ട്. നമ്മുടെ സ്വത്ത്, രാജ്യത്തിന്റെ സ്വത്ത് 2 3 ശതകോടീശ്വരന്മാരുടെ കയ്യിൽ അമർന്നിരിക്കുകയാണ്, കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. എന്തിന് ഇന്ത്യയോ പോലൊരു വിമാന കമ്പനിയെ നിയന്ത്രിക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വിമാനത്താവളങ്ങളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നതെന്നുള്ളത് നമ്മളെല്ലാവരും ടെലിവിഷൻ ചാനലുകളിൽ കണ്ടതാണ്. ഇതുപോലൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ആർക്കാണ് നേരം, സമയം അല്ലെങ്കിൽ കഴിവ്? ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യരുത്, പാർലമെന്റിൽ ഒന്നും വരരുത്, വോട്ട് ചോരി വരരുത്. പക്ഷെ ഇന്നലെ വോട്ട് ചോരി ചർച്ച നിർബന്ധിതമായി. കോൺഗ്രസിന് നിർബന്ധത്തെ തുടർന്ന്, പ്രതിപക്ഷം എതിർത്തതിനെ തുടർന്ന്, ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് ചർച്ച ചെയ്യാൻ അവര് തയ്യാറാവേണ്ടി വന്നു. നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോവുക, ഒന്നാം തരം ഒരു രാഷ്ട്രീയ അടവ്. അതിന് ഇതുപോലെ വളരെ വൈകാരികമായ ഒരു വിഷയം, സാധാരണ വിഷയങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല, വൈകാരികമായിരിക്കണം. അതിനാണ് വന്ദേമാതരത്തില് കയറി പിടിച്ചിരിക്കുന്നത്. 4മത്തേത് രാഷ്ട്രീയമായിട്ട് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ 10 പള്ളു പറയാൻ കിട്ടുന്ന ഒരവസരം, അത് ഉപയോഗിക്കുക.
നുണകൾ, എന്ത് നുണകൾ വേണമെങ്കിലും പറയും. നെഹ്റു എഴുതാത്ത കത്തിനെ കുറിച്ച് നെഹ്റു എഴുതിയെന്ന് പറയും, നെഹ്റു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ നെഹ്റുവിനെ ഒരു വില്ലനായി രാജ്യത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നോക്കുക, അതിനുള്ള ഒരു തന്ത്രം. അതും ഈ രണ്ട് സഭകളിലെയും ചർച്ചകളിൽ BJP പയറ്റിയ തന്ത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം വളരെ മഹിതമായ ഒന്നാണ്. അതിന്റെ ഒരു ഏടുകളിലും ഒരു പേജുകളിലും ഇവർക്കൊരു അവകാശം പറയാനില്ല. കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ പോലും ജയിലിലായപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അവരൊക്കെ നേരത്തെ ഖാർഗെ പറഞ്ഞതുപോലെ ദേശീയ ഗീതം ആലപിച്ചുകൊണ്ട് ജയിലിലേക്ക് പോവുകയാണ് ചെയ്തത്. ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മോദി പ്രധാനമന്ത്രിയായി രാജ്യം ഭരിച്ചിടത്തോളം കാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. നെഹ്റു മാത്രമല്ല, നെഹ്റുവിനെ ആക്ഷേപിച്ചതുകൊണ്ട് നെഹ്റുവിന്റെ അനുഭവം പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണ്. ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, എത്രയെത്ര നേതാക്കൾ, എത്രയെത്ര പ്രവർത്തകർ, ധർമ്മപടന്മാര് ജയിലിൽ കഴിഞ്ഞവർ, അവരാരും എന്നെ മോചിപ്പിച്ചാല് ഞാനും എന്റെ കുടുംബവും എന്റെ സഹപ്രവർത്തകരും എന്റെ സംഘടനയും എല്ലാം ബ്രിട്ടീഷ് യജമാനന്മാരുടെ ദാസ്യപ്പണി ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടില്ല. അവർ പോരാടിയവരാണ്. ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തിയെ, വൻ ശക്തിയെ വെല്ലുവിളിച്ചവരാ അന്ന് ഈ സമരത്തിൽ പങ്കെടുത്തവര്. അന്ന് ഈ സംഘപരിവാരത്തിന്റെ പഴയ ആളുകൾ, നേതാക്കള് മാപ്പപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സമർപ്പിക്കാൻ, എന്നിട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒരൊറ്റ കോൺഗ്രസ് നേതാവിനെ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ ദേശീയ സമരത്തിനെയും ചരിത്രത്തിന്റെയും പങ്കുപിടിക്കാൻ വന്നിരിക്കുക. നാട്ടിലെ ചില പുത്തൻ പണക്കാരുടെ കഥ നമുക്കറിയാം. അവർ കുറെ പണമൊക്കെ ഉണ്ടാക്കും ഏതെങ്കിലും രീതിയിൽ. ഗൾഫിൽ പോയിട്ടോ, യൂറോപ്പിൽ പോയിട്ടോ, അമേരിക്കയിൽ പോയിട്ടോ കുറെ പണങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് തകർന്നു പോയ, ക്ഷയിച്ചു പോയ വലിയ തറവാട്ടുകാരുടെ സ്വത്ത് വാങ്ങും. ഈ വാങ്ങുന്ന ആളിന് സ്വന്തമായിട്ടൊരു വീട്ടുപേര് പോലും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? ഈ വാങ്ങിയ തറവാടിന്റെ പേരങ്ങ് സ്വന്തമാക്കും. ആ പേരിലങ്ങ് അറിയപ്പെടാൻ തുടങ്ങും. അതേപോലെ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും അവകാശപ്പെടാനില്ലാത്തവര്, ഒരു പാരമ്പര്യവും പറയാനില്ലാത്തവര്, അവരിപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും വന്ദേ മാതരത്തിന്റെയും ദേശീയ പതാകയുടെയും ഒക്കെ അവകാശം ഉന്നയിക്കുക. ആ അവകാശം കിട്ടുന്നതിന് വേണ്ടി ചരിത്രത്തെ ഒന്ന് മാറ്റി എഴുതുക, നെഹ്റുവിനെ തമസ്കരിക്കുക, മറ്റു നേതാക്കളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ദേശീയ സ്മാരകങ്ങള് പിടിച്ചെടുക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുള്ള ഈ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 സ്റ്റാൻസുകളാണ് സ്വീകരിച്ചത്. അത് നെഹ്റുവിന്റെ തീരുമാനമായിരുന്നില്ല. ചില അവസാന ഖണ്ഡങ്ങളിലെ ആശയത്തോട് ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു, മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് വലിയൊരു ചർച്ചാ വിഷയമായി. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, മദൻ മോഹൻ മാളവ്യ, JB കൃപലാനി ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഈ ആശയം പറഞ്ഞത് ആരാ? മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാ. ഗുരുദേവൻ പറഞ്ഞതനുസരിച്ചാണ് ഈ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ ദേശീയ ഗീതമായി സ്വീകരിക്കുന്നത്. ആദ്യ 2 സ്റ്റാൻസുകൾ മാത്രം സ്വീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്ന് ഗുരുദേവൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്ര രേഖയാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇതിന്റെ ഉത്തരവാദിത്വം നെഹ്റുവിന്റെ മാത്രം തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. വന്ദേ മാതരത്തെ സ്വാതന്ത്ര്യ സമര ഗീതമായിട്ട് പ്രഖ്യാപിച്ചതാരാ? കോൺഗ്രസ് ആണ്. 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ. അതിനുശേഷം സ്വാതന്ത്ര്യ സമരവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗാനമായത്. പിന്നീട് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായപ്പോൾ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചു. ഇതാണ് ചരിത്രം, ഇതാണ് വസ്തുത, ഇതാണ് സത്യം. അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് പുതിയൊരു ചരിത്ര രചനയ്ക്ക് ഒരുങ്ങുകയാണ് BJP. വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങിയവരെയൊക്കെ ബ്രിട്ടീഷുകാര് പരമാവധി ദ്രോഹിച്ചു. അന്നൊക്കെ ഖാർഗെ പറഞ്ഞതുപോലെ ഈ RSSകാരും മറ്റും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വിടുപണി, ദാസ്യവേല ചെയ്യുകയായിരുന്നു. ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോൾ BJPക്ക് ദേശീയ പതാക വേണം, വന്ദേ മാതരം വേണം, അതെല്ലാം അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ദേശീയ പതാക ഉയർത്താൻ മടിച്ച ടീംസാണ് അവര്. പിന്നീട് ഹർ ഘർ തിരങ്ക വലിയ ആഘോഷമാക്കി. എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ വന്ദേ മാതരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടത് രാഷ്ട്രീയ ലാഭമാണ്. അതാണ് BJPയുടെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രം.